കോഴിക്കോട് മുക്കം ഇരുവഴിഞ്ഞിപ്പുഴയിൽ നീർനായയുടെ ആക്രമണം രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസം തുമ്പോണക്കടവിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടി ഉൾപ്പെടെ 3 പേർക്കാണ് നീർനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പുഴയിലെ വിവിധ കടവുകളിൽ നിരവധി തവണ ആക്രമണമുണ്ടായിട്ടും നഗരസഭാ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. തുമ്പോണക്കടവിൽ കുളിക്കാനിറങ്ങിയ പെരുമ്പാട് കരിമ്പന ഉന്നതിയിൽ താമസിക്കുന്ന ഖദീജ, കാഞ്ഞിരമൊഴി സ്വദേശി ആദിദേവ്, ഏലമ്പാട്ട് സ്വദേശി മുക്സീന അഹമ്മദ് കുട്ടി ദമ്പതികളുടെ മകനായ 9 വയസ്സുകാരനായ ഫദൽ അഹമ്മദ് എന്നിവർക്കാണ് നീർനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. 3 പേരുടെയും കാലിനാണ് ആഴത്തിലുള്ള മുറിവേറ്റിട്ടുള്ളത്. നല്ല പല്ല് കയറിയിരിക്കുന്നു, പല്ല് കടിച്ചിട്ട് നല്ലോണം ബ്ലഡ് വന്നിക്കുന്നു. അവര് കാലിന്റെ താഴെ ഭാഗത്തായിട്ടാണ് കടിച്ചത്. അപ്പം ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി, കുട്ടികളൊക്കെ പേടിച്ച് ഞങ്ങളൊക്കെ വീണ്, പുഴയിൽ വീണ്. ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ കാലിനൊക്കെ പരിക്കറ്റിക്കുന്നത്. ഇപ്പോൾ തന്നെ ഒന്നാമത് പുഴ അവിടെ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ വെള്ളമില്ലാത്തതിന്റെ പേരിൽ നമുക്ക് പുഴയെ ആശ്രയിക്കേണ്ട ഇതുണ്ട്. ഡോക്ടേഴ്സ് ആയാലും പറഞ്ഞത് ഒന്നെങ്കിലും നിങ്ങൾ അധികാരപ്പെട്ട ആൾക്കാർ എന്തെങ്കിലും ചെയ്യണമെന്നാ. അല്ലാന്നുണ്ടെങ്കിൽ പുഴയിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു ബോർഡുകളോ എന്തെങ്കിലും സ്ഥാപിച്ചിട്ട് വരുന്ന അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ ഒരുപാട് കേസുകൾ മുക്കത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന കോളേജിൽ നിന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. വേനലായതിനാൽ കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കും ഏക ആശ്രയം ഈ പുഴയാണ്. എന്നാൽ ഇപ്പോൾ പുഴയിൽ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മള് തുണി ഇറക്കാൻ തുടങ്ങുമ്പോഴത്തേനും അത് കയറി വരിക, നമ്മളെ കടിക്കുക, അത്ര തന്നെ ഉള്ളൂ. പടം മുങ്ങണ വെള്ളേ ഉള്ളൂ. അവിടെ വന്ന് കടിച്ച് ഇതിനെന്തെങ്കിലും ഒരു പോംവഴി എടുക്കണം. ഇന്നതാ പുഴയിൽ പോയില്ല, ഞങ്ങൾ കിണറ്റിൽ വെള്ളമില്ല, അതുകൊണ്ട് പുഴയിൽ പോവുക. ഇരുവഴിഞ്ഞിപ്പുഴയിലെ വിവിധ കടവുകളിൽ നിരവധി തവണ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. എത്രയും പെട്ടെന്ന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സാധനം വന്ന് അടിക്കൂടെ വന്നിട്ട് അടിക്കുകയാണ്. അപ്പം ഭയങ്കര ഇപ്പോൾ ആർക്കും ഇതിൽ ഇറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉടൻ കണ്ടേ പറ്റൂ, അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമാണ്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. പുനർനിർമ്മാണ